ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിനടുത്താണ്. വട്ടിയൂർക്കാവിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ്. ഇതൊരു കോർപ്പറേഷൻ ഏരിയയാണ്. ഇവിടെ കോർട്ട് ജഡ്ജി മുതൽ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥ വരെയുള്ള ഒരു ഹൈ സെക്യൂർഡ് ആയിട്ടുള്ള പ്രീമിയം വില്ല കമ്മ്യൂണിറ്റിയിലെ 2200 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോട് കൂടിയ ഒരു പ്രീമിയം വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ 1,20,00,000 രൂപ ബഡ്ജറ്റിനകത്ത് ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. ഇവിടെ സ്ലൈഡിംഗ് ആയിട്ടുള്ള ഗേറ്റും അതുപോലെ ഒരു വിക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് തോംസൻ്റെ ഒരു GP ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ്. അതിൽ CNC കട്ടിങ് യൂസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെയെല്ലാം ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റോണും അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസും യൂസ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് അങ്ങനെയാണ്. ഇവിടെ ഫ്രണ്ട് എലിവേഷൻ നോക്കുവാണെങ്കിൽ കജാരിയുടെ ഒരു പ്രീമിയം ആയിട്ടുള്ള ടൈൽ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത്. അതുകൂടെ ഇങ്ങോട്ടേക്കാണെങ്കിൽ 4 ഒറ്റ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തേക്ക് തന്നെയാണ്. ഇവിടെ ആയിട്ടൊരു GI ട്യൂബിൽ പർഗോളയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കാർ പാർക്കിംഗ് നോക്കുവാണെങ്കിൽ 3 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇനി വലിയ കാറുകളൊക്കെ വലിയ SUV ഒക്കെ ആണെങ്കിൽ നമുക്ക് 2 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ സിറ്റൗട്ട് ഏരിയയിലേക്ക് വരാം. ഇവിടെ സിറ്റൗട്ടിൽ വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു തൂണ് കാണാം. അതെല്ലാം തേക്കിൻ്റെ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്റ്റെപ്പ് ആണെങ്കിൽ എപ്പോത്ര ഗ്രാനൈറ്റ് ആണ്. ടൈൽസ് ആണെങ്കിൽ പൈനിയറിൻ്റെ 160/80 സൈസിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ LEസിൻ്റെയാണ് സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഒരു E² സീരീസിലെ സ്വിച്ചസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് വാമായിട്ടുള്ള സീലിംഗാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് പ്രൊഫൈൽ ചാനൽ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ഫ്രണ്ട് വാതിലിലേക്ക് വരാം. ഡബിൾ ഡോറായിട്ട് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം കട്ടളയും കഥകളും എല്ലാം തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് വരാം. ഈ ലിവിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതെല്ലാം അപ്പോക്സ് ചെയ്തിട്ടുണ്ട്. പൈനിയറിൻ്റെ ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിലെല്ലാം വാമായിട്ടുള്ള സീലിംഗ് ഏരിയയാണ്. അതും യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഫൈൽ ചാനൽ തന്നെയാണ്. അതുപോലെ ഫാൻ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ടൊരു വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഫുള്ള് സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ 2 TV യൂണിറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഈ ഭാഗത്തായിട്ട് ഫുള്ള് TV യൂണിറ്റ് ഏരിയ കാണാം. ഇതെല്ലാം മറൈൻ പ്ലെയിൽ ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു TV യൂണിറ്റ് ബോർഡ് കൊടുത്തിരിക്കുന്നത് മറൈൻ പ്ലെയിൽ ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ 2 ഭാഗത്ത് ഓൾറെഡി ഇവിടെ TV യൂണിറ്റ് ഉണ്ട്. ഇനി നമുക്ക് ഒരു TV യൂണിറ്റ് ആ ഭാഗത്തേക്ക് കാണണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം LEs തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 2 വിൻഡോസും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയ നോക്കുവാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മറൈൻ പ്ലെയിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് നോക്കുന്നത് ട്രിപ്പിൾ ഹൈറ്റാണ്. ഡബിൾ ഹൈറ്റ് അല്ല, ട്രിപ്പിൾ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷിംഗ് യൂണിറ്റിലേക്ക് വരാം. വാഷ് ബേസ് നോക്കുവാണെങ്കിലും ജാഗ്വാറാണ്. വലിയൊരു വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ടാപ്പ് നോക്കുവാണെങ്കിൽ അതും ജാഗ്വാറാണ്. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് 3 കളറിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മിററാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ എല്ലാം WPC പാനലാണ് ഇരിക്കുന്നത്. ഇനി ഇവിടെ ടേബിൾ ടോപ്പ് നോക്കുവാണെങ്കിൽ ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതും നാനോ വെയിറ്റ് ആണ്. ബോർഡർ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതും താഴെയായിട്ടും ഇവിടെയും WPC പാനലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് നല്ല 3 ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലെല്ലാം മറൈൻ പ്ലെയിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ കിച്ചണിലെ കാഴ്ചകളിലേക്ക് വരാം. കിച്ചൺ നോക്കുവാണെങ്കിൽ ഫുള്ള് നാനോ വെയിറ്റ് ആണ്. അതായത് ഈ കൗണ്ടർ ടോപ്പ് ഫുള്ളായിട്ടും നാനോ വെയിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മുകളിലേക്ക് എല്ലാം അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം റോസ് ഗോൾഡ് ഫിനിഷുള്ള പ്രൊഫൈൽ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാം മറൈൻ പ്ലെയിൽ ലാമിനേഷനാണ് ചെയ്തിരിക്കുന്നത്. താഴേക്ക് നോക്കിയാൽ അതുപോലെ തന്നെയാണ്. വേറൊരു ഗോൾഡ് തീമിലുള്ള ഒരു ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയായിട്ടും സോഫ്റ്റ് ക്ലോസറാണ്. ഇപ്പോൾ നമുക്ക് ഈ കബോർഡെല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ്. അതുപോലെ മുകളിലേക്ക് അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം സോഫ്റ്റ് ക്ലോസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം മറൈൻ പ്ലെയിൽ ലാമിനേഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ടോൾ യൂണിറ്റ് കാണാം. അത് പുള്ളൗട്ട് യൂണിറ്റ് ആണ്. നമ്മളിങ്ങനെ തുറക്കുകയാണെങ്കിൽ എല്ലാം ഇങ്ങോട്ടേക്ക് വരുന്ന പുള്ളൗട്ട് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ആയിട്ട് നമുക്കൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു മോഡൽ കിച്ചനാണ് കൊടുത്തിരിക്കുന്നത്. മിക്സിക്കും ഗ്രൈൻഡറും എല്ലാം യൂസ് ചെയ്യാനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ടൈൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം 4x2 സൈസാണ്. ഇവിടെ ആയിട്ടൊരു ഇലക്ട്രിക് ചിമ്നിയും കൊടുത്തിട്ടുണ്ട്. അത് ഫേബർ എന്ന ബ്രാൻഡാണ്. ഇനി ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇവിടെ ഫ്രിഡ്ജിൻ്റെ സ്പേസ്. ഒരു വലിയ ഫ്രിഡ്ജൊക്കെ സുഖമായിട്ട് വയ്ക്കാനുള്ള, എത്ര വലിയ ഫ്രിഡ്ജും സുഖമായിട്ട് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. അതിൻ്റെ എല്ലാം കണക്ഷനുള്ള സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ സിങ്കിലേക്ക് വരാം. സിങ്ക് നോക്കുകയാണെങ്കിൽ മൾട്ടി പർപ്പസ് ആണ്. നമുക്ക് ഏത് രീതിയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന സിങ്കോ കൊടുത്തിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് തന്നെയാണ്. ഇനി നമ്മുടെ കിച്ചൻ്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ള് വാമായിട്ടുള്ള പ്രൊഫൈൽ ചാനലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫാനും കൊടുത്തിട്ടുണ്ട്. പോയിന്റ് ലൈറ്റും സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വർക്ക് ഏരിയയിലേക്ക് വരാം. വർക്ക് ഏരിയ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അത്യാവശ്യം സ്പേസുള്ള വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ടേബിൾ ടോപ്പ് എല്ലാം ഗ്രാനൈറ്റ് ആണ്. താഴെ എല്ലാം ലോവർ ക്യാബിനറ്റ് എല്ലാം ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലേ ആണ്. മുകളിലും അങ്ങനെ തന്നെയാണ് മറൈൻ പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം സ്വിച്ച് ബോർഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം ടൈറ്റ് ക്ലാഡിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു സിങ്കും കൊടുത്തിട്ടുണ്ട്. ഇനി വർക്ക് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ഈ ഡോറ് പോലും തേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ പുറത്തെ കാഴ്ചകൾ നോക്കാം. പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം ഇൻ്റർലോക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നനകല്ല് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 റൂമുകളാണ് വരുന്നത്, രണ്ടും ഫോയറിലേക്ക് വരുന്നത്. അത് മാത്രമല്ല ഇവിടെ എല്ലാം WPC പാനൽ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇവിടുത്തെ DB നോക്കിയിട്ട് റൂമിലേക്ക് പോകാം. ഇവിടെ 3 ഫേസ് കണക്ഷനാണ് എല്ലാത്തിൻ്റെ ബ്രാൻഡായി യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ELCB MCB എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ലെഗ്രാൻഡും എല്ലീസും ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് വരാം. റൂമിലേക്ക് ഫസ്റ്റ് റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ എല്ലാം ഡോറെല്ലാം തേക്ക ഉപയോഗിച്ചിരിക്കുന്നത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഇനി റൂമിലേക്ക് വരുവാണെങ്കിലും ഇവിടെയും 160/80 സൈസിലുള്ള പയനീർ എന്ന ബ്രാൻഡിൻ്റെ വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫുൾ എപ്പോക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ടും ഈ പറയുന്ന വാമായിട്ടുള്ള പ്രൊഫൈൽ ചാനലാണ് ചെയ്തിരിക്കുന്നത്. സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്, സൈഡിലായിട്ട് വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു TV കൊണ്ട് റൂമിൽ സെറ്റ് ചെയ്യാം, ആ രീതിക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വലിയ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മറൈൻ പ്ലെയിനിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ലാമിനേഷൻ എല്ലാം ഒരു കോട്ടൺ ടെക്സ്ചർ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടൊരു മേക്കപ്പ് ഏരിയ കാണാം, അതിനുള്ള മിറർ കാണാം, അതുപോലെ ബാക്കി ഇവിടെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമുകളിലും ഫാനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് നൈറ്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് വരാം. ഇവിടുത്തെ വാഷ്റൂമിൽ ഡോറ് പോലും ഒരു കോട്ടൺ ടെക്സ്ചർ രീതിയിലുള്ള ഡോറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വാഷ്റൂമിലേക്ക് വരാം. വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഫ്ലോറിങ് നോക്കുകയാണെങ്കിൽ ഒരു 4x2 സൈസിലുള്ള ഒരു മഡ് രീതിയിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല നീറ്റായിട്ടുണ്ട്. അതുപോലെ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത് 4x2 സൈസ് ഉള്ള ടൈൽസ് തന്നെയാണ്. ഇനി ജാഗ്വാറിൻ്റെ വോൾ മോഡൽ ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്കോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് വാഷ് ബേസിനും എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ജാഗ്വാർ എന്ന ബ്രാൻഡ് തന്നെയാണ്. ഇവിടെ ഡൈവർട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷവറാണ് കൊടുത്തിരിക്കുന്നത്, അതും ജാഗ്വാർ തന്നെയാണ്. അപ്പോൾ ജാഗ്വാർ മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ ട്രിമ്മറൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് ബോർഡും അത് LEs തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ രണ്ടാമത്തെ റൂമിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ രണ്ടാമത്തെ റൂമിലേക്ക് വരാം. അതൊരു ഫോയറിലേക്ക് വന്നിട്ടാണ്. ഇവിടെ എല്ലാം WPC പാനൽ ഇരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഒരു വോൾ ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഡോറും തേക്കിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് വരാം. ഈ റൂം നോക്കുകയാണെങ്കിൽ ഇവിടെ 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വലിയൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈ പറയുന്ന കോട്ടൺ ടെക്സ്ചർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് വാമായിട്ടുള്ളൊരു പ്രൊഫൈൽ ചാനലാണ് ചെയ്തിരിക്കുന്നത്. സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഫാനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ 2x2 സൈസിലുള്ള ഒരു മാറ്റ് ഫിനിഷുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫുള്ള് 4x2 സൈസിലുള്ള ടൈൽ ക്ലാഡിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്കും അതുകൂടാതെ തന്നെ വോൾ മൗണ്ടഡ് ക്ലോസറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ജാഗ്വാർ എന്ന ബ്രാൻഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ ഡൈവർട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, അതും ജാഗ്വാർ തന്നെയാണ്. മുകളിലായിട്ടൊരു റെയിൻ ഷവറും കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിനും ജാഗ്വാർ തന്നെയാണ്. അതുകൂടാതെ തന്നെ ഇവിടെ ട്രിമ്മർ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നേരത്തെ കണ്ട അതുപോലെ തന്നെയാണ്, വേറെ വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇനി ഇവിടെ താഴെ 2 ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമും വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ അപ്സ്റ്റെയറിലേക്കുള്ള ഫോയറിലേക്ക് വരും. അതിന് മുകളിലായിട്ടും അതുപോലെ പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ്. അത് കൂടാതെ തന്നെ സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി അപ്സ്റ്റെയറിലേക്ക് വരുവാണെങ്കിൽ ഹാൻഡ് റെയിൽസ് എല്ലാം തേക്കിൽ തന്നെയാണ്. അതുപോലെ സ്റ്റെപ്പിന് അടി കാണാൻ പറ്റും, അതെല്ലാം തേക്കിൻ്റെ ക്ലാഡിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ലെപ്പോത്ര ഗ്രാനൈറ്റും അതുകൂടാതെ റൈസർ ആണെങ്കിൽ ടൈലോ യൂസ് ചെയ്തിരിക്കുന്നു. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റെപ്പ് ലൈറ്റ് കണ്ടു, അതെല്ലാം പ്രൊഫൈൽ ചാനൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ലാൻഡിങ് ഏരിയയിലേക്ക് വരും. ലാൻഡിങ് ഏരിയ ഫുള്ള് ചെയ്തിരിക്കുന്ന ലെപ്പോത്ര ഗ്രാനൈറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. ഇവിടെ എല്ലാം ഹാൻഡ് റെയിൽസിൻ്റെ ഒരു ഗ്ലാസ് പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ട്രിപ്പിൾ ഹൈറ്റ് മാറ്റി ഒരു ഡബിൾ ഹൈറ്റിലേക്ക് മാറുകയാണത്. ഇവിടെ നല്ലൊരു ഹാങ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് വരാം. മുകളിൽ ഇവിടുത്തെ ഫുൾ ഹാൻഡ് റെയിൽസ് ഫുള്ളായിട്ട് തേക്ക് തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു അപ്പർ ലോഞ്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്പർ ലിവിങ് ഏരിയ. ഇവിടെ ഒരു TV യൂണിറ്റ് കാണാം, അതും WPC പാനൽ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു മറൈൻ പ്ലെയിനിൽ ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം അതിൻ്റെ സ്വിച്ചസും കാണാം. TV യൂണിറ്റിന് 2 ഭാഗത്തായിട്ട് 2 വിൻഡോസും കൊടുത്തിട്ടുണ്ട്, അതെല്ലാം തേക്ക് തന്നെയാണ്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ളും താഴെ കണ്ടതുപോലെ തന്നെയാണ് വാമായിട്ടുള്ള പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. ഫാനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിലായിട്ട് വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ബോർഡെല്ലാം LEs തന്നെയാണ്, വേറെ വ്യത്യാസം വരുത്തിയിട്ടില്ല. ഈ അപ്പർ ലോഞ്ച് നോക്കുകയാണെങ്കിൽ 160/80 സൈസിലുള്ള ഈ പയനീർ എന്ന ബ്രാൻഡിൻ്റെ വെട്രിഫൈഡ് ടൈൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ 3 റൂമുകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ താഴെ കണ്ട അതുപോലെ തന്നെയാണ് ആ 2 റൂമിൻ്റെ സ്പെക്ക് വരും, സെയിം സ്ക്വയർ തന്നെയാണ്. അപ്പോൾ റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ എല്ലാം തേക്ക് തന്നെയാണ്, തടിയെല്ലാം ഡോറെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് തേക്ക് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അതുപോലെ ഇവിടെ ഈ 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്, അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. മുകളിലെല്ലാം വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വാൾ ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു വാർഡ്രോബിന് ടെക്സ്ചറിൽ വ്യത്യാസമുണ്ട്, ഒരു വുഡ് രീതിയിലുള്ള ആ ഒരു ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. മിറർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ജാഗ്വാറിൻ്റെ വോൾ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റ് തന്നെയാണ്, പക്ഷേ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് അല്ല. ബാക്കി എല്ലാ ഫിറ്റിങ്സ് ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ ജാഗ്വാർ തന്നെയാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. ബാക്കി ഇനി ടാപ്പിലേക്ക് വരുവാണെങ്കിൽ ഫുള്ള് ജാഗ്വാറിനെ യൂസ് ചെയ്തിരിക്കുന്നത്, ഷവറെല്ലാം ജാഗ്വാർ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലെ 4ാമത്തെ റൂമിലേക്ക് പോകാം. 4ാമത്തെ റൂമിലേക്ക് വരാം. ഇവിടെ ഈ ഫോയറിലേക്ക് ഈ ഒരു WPC പാനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡോറെല്ലാം തേക്കി തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് വരാം.
അപ്പോൾ നമ്മളൊരു ഫോയറിലേക്ക് വരുവാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഹോം ഡെക്കോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള അത് മറൈൻ പ്ലേയിലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ലാമിനേഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ റൂമിലേക്ക് വരുമ്പോഴും ഇവിടെയും 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ അപ്പോക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ട് വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിരിക്കുകയാണ്. ഒരു പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ അവിടെ സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഒരു വോൾ ഹാങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി വാർഡ്രോബ് നോക്കുവാണെങ്കിൽ താഴെ കണ്ടതുപോലുള്ള വ്യത്യാസമുണ്ട്. ഒരു തടി ഡിസൈനിലുള്ള ആ ഒരു ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. 2 മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വരാം. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയും നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടെക്സ്ചർ നോക്കുവാണെങ്കിൽ ഒരു കോട്ടൺ ടെക്സ്ചർ പോലെ തന്നെയാണ് ഇവിടുത്തെ ഡോറ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വാഷ്റൂം നോക്കുവാണെങ്കിൽ ഇവിടെയും 2x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. ഒരു മാറ്റ് ഫിനിഷാണ്. അത് മാത്രമല്ല ജാഗ്വാറിൻ്റെ വോൾ മൗണ്ടഡ് ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കൺസീൽഡ് ഫ്രഷ് ടാങ്ക് അല്ല. ബാക്കി നോക്കുകയാണെങ്കിൽ ഫിറ്റിംഗ്സ് എല്ലാം ജാഗ്വാർ തന്നെയാണ്. വേറെ വ്യത്യാസം വരുത്തിയിട്ടില്ല. അതുകൂടാതെ തന്നെ ഫുള്ള് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലിൻ്റെ ടൈൽ ക്ലാഡിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. ട്രിമ്മറൊക്കെ യൂസ് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ 5ാമത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ അപ്പർ ലോഞ്ചിനോട് ചേർന്ന് തന്നെയാണ് 5ാമത്തെ റൂം വരുന്നത്. അതും തേക്ക് തന്നെയാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ഈ റൂം നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വലിയ റൂമാണ്. പക്ഷേ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 160/80 സൈസിലുള്ള പയനിയർ എന്ന ബ്രാൻഡിൻ്റെ വെട്രിഫൈഡ് ടൈലാണ്. അതുപോലെ മുകളിലായിട്ട് നീറ്റായിട്ടുള്ള ഒരു പ്രൊഫൈൽ ചാനൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ റൂമുകളിലും AC പോയിൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാർഡ്രോപ്പിലുള്ള നമ്മുടെ മുകളിലെ ഫ്ലോറിൽ, അതായത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നോക്കുകയാണെങ്കിൽ വാർഡ്രോപ്പ് എല്ലാം ഒരേപോലത്തെ വാർഡ്രോപ്പ് കൊടുത്തിരിക്കുന്നത്. അത് ഗ്രൗണ്ട് ഫ്ലോറിൽ വേറെ ടൈപ്പാണ്. അതല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് വരാം. വാഷ്റൂം നോക്കുവാണെങ്കിൽ ആ ഒരു ടെക്സ്ചറുള്ള ഡോർ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെയും ജാഗ്വാറിൻ്റെ തന്നെ ഫിറ്റിങ്സ് വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ ഡ്രൈ ഏരിയ വെറ്റിന് പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വാഷ്റൂമിൽ കണ്ട വേറെ പ്രത്യേകത ഉണ്ട്. എല്ലാ വാഷ്റൂമിൻ്റെ മുകളിലായിട്ടും സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 4 സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതെടുത്ത് പറയേണ്ട കാര്യമാണ്. അപ്പോൾ നല്ല ലൈറ്റിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ബാൽക്കണി കാഴ്ചയിലേക്ക് പോകും. ഇവിടെ ബാൽക്കണിയിലേക്കുള്ള ആ ഒരു ഡോർ നോക്കുകയാണെങ്കിൽ തേക്ക് തന്നെയാണ്. ഇവിടെ ഫുള്ള് തേക്ക് മാത്രം ഡോർസ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഇവിടെയും 160/80 സൈസിലുള്ള ആ വെട്രിഫൈഡ് ടൈലിന് യൂസ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല അതിൽ അപ്പോക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഹാൻഡ് റെയിൽസ് നോക്കുകയാണെങ്കിൽ അതെല്ലാം തേക്ക് തന്നെയാണ്. ഈ ഒരു തൂണി കൊടുത്തിരിക്കുന്ന ക്ലാഡിങ് പോലും തേക്കാണ്. ഇവിടെ ആയിട്ടൊരു പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ചുറ്റാകെ കറങ്ങി പോയിരിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ഒരു വോൾ ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ 2 ഭാഗത്തേക്ക്, ഈ ഭാഗത്തേക്കാണെങ്കിൽ അത് തൊട്ട് ഓപ്പോസിറ്റ് 2 ഭാഗത്തേക്കും വ്യൂ കിട്ടുന്ന രീതിയിലാണ് ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. അതുപോലെ പാർട്ടീഷനായിട്ട് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണേണ്ടത് ഓപ്പൺ ടെറസിലെ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ടെറസിലേക്ക് പോകും. സാധാരണ എല്ലാ വീടുകളിലും പുറത്തുകൂടിയാണ് അപ്സ്റ്റെയറിലേക്കുള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഒരു ടവർ ചെയ്തിട്ട് ചെയ്തിരിക്കുകയാണ്. കാര്യം നാളെ നമുക്കൊരു 3 നില വീട്ടിലേക്ക് ഒരു 3 സ്റ്റോറി വീട് ചെയ്യണമെങ്കിലും അങ്ങനെ രീതിയിലാണ് ഇപ്പോഴത്തെ ഫൗണ്ടേഷനും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ടെറസിലേക്ക് പോകും. അപ്പോൾ നമ്മൾ താഴെ നിന്ന് കണ്ട ഒരു ഹാങ് ലൈറ്റ് അടുത്ത് കണ്ടിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ടെറസിലേക്ക് വരാം. ഓപ്പൺ ടെറസ് നോക്കുകയാണെങ്കിൽ ഫുള്ള് വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് തുണി വിരിക്കാനോ അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്ത് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലാണ് ഇവിടെ GI ട്യൂബ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ വലിയൊരു ബാൽക്കണി ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗസി പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ടവർ റൂമിൻ്റെ മുകളിലായിട്ട് 2 വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും വെള്ളം ഉണ്ടാവും. അത് മാത്രമല്ല ഇവിടെയൊക്കെ നമുക്ക് ചെടി വയ്ക്കാനുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ നിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടുള്ള ദൂരമുള്ളൂ. അപ്പോൾ നിങ്ങൾ 1,20,00,000 രൂപയ്ക്ക് അകത്ത് ഈ ഒരു വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്